വോയിസ് ഓഫ് കോമൺസ് ഇൻ ദ സൊസൈറ്റി. ഈ നാട്ടിലെ സാധാരണക്കാരുടെ ശബ്ദം, ഈ നാടിൻ്റെ ശബ്ദം ഇന്നു മുതൽ ശബ്ദിച്ചു തുടങ്ങുകയാണ്, മുഴങ്ങി തുടങ്ങുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് വൺ സ്പോട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പിലാണുള്ളത്. വൺ സ്പോട്ടിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വൺ സ്പോട്ടിനുള്ളിലേക്ക് നടക്കാം. വൺ സ്പോട്ടിനെ കുറിച്ച് പറയുമ്പോൾ ടെക്കുകളുടെ തലസ്ഥാനം, കേരളത്തിൻ്റെ തലസ്ഥാനം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് ചായക്കപ്പൽ എന്ന് പറയുന്ന വളരെ വലിയ സക്സസ് ആയിട്ടുള്ള ഒരു ഫേമായിരുന്നു ചായക്കപ്പൽ. മേ ബി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം കഴക്കൂട്ടൻ നിവാസികൾക്ക് വലിയ ആമുഖങ്ങളോ മുഖവരെയോ ഒന്നും ഇല്ലാതെ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും ചായക്കപ്പൽ എന്ന് പറയുക. ചായക്കപ്പലിൻ്റെ സംരംഭക ഇപ്പോൾ കൊച്ചിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കൊച്ചിയിൽ പുതിയൊരു പേരിൽ വൺ പോട്ട് എന്ന് പറയുന്ന ഒരു പേരിൽ കൃത്യം 20-21 ദിവസമേ ആവുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ വുമൺ എൻ്റർപ്രണർഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണം എന്ന് കരുതി ആരാണ് നമുക്ക് പറ്റിയ കേരളത്തിൽ എറണാകുളത്ത് ഉള്ളതെന്നൊക്കെ കരുതി ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ടീമാണ് പെട്ടെന്ന് ഈ ശ്രദ്ധയെ കൊണ്ടുവന്നത്. വളരെ ഒതുങ്ങി ഇവിടെ വന്നൊരു കടയൊക്കെ തുടങ്ങി 2 ആഴ്ചയായിട്ട് ഇരിക്കുകയാണ്. നമസ്കാരം. ഹലോ. പറയൂ, പേര് തന്നെ എന്ന് പറഞ്ഞോ. നികിത എന്നാണ് പേര്. ചായക്കപ്പൽ തിരുവനന്തപുരത്ത് സക്സസ് ആക്കി വെന്നിക്കോടി പാർപ്പിച്ച് ഇപ്പോൾ എറണാകുളത്തേക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? ക്ലോസ് ചെയ്തിട്ട് വൺ പോട്ട് എന്ന് പറഞ്ഞു. വൺ പോട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങി കൊച്ചിയില്. ഓക്കെ, എന്താണ് വൺ പോട്ട്? വൺ പോട്ട് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നുന്നു ഞാൻ ആളുകളുടെ മനസ്സും കൂടെ നിറയ്ക്കാൻ പറ്റുന്നതുകൊണ്ടായിരിക്കും ഞാൻ ഭക്ഷണം തന്നെ വീണ്ടും വീണ്ടും വിൽക്കുന്നത്. വൺ പോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ടേക്ക് അവേ കൗണ്ടറാണ്. പ്ലസ് നമുക്ക് ഹോം ഡെലിവറി ഉണ്ട്. നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഫുഡ്, നമ്മുടെ സാധാ നാടൻ ഫുഡുകൾ, മീൻകറിയും അല്ലെ സാധാരണ ഹോട്ടലുകളിൽ കിട്ടാത്ത കോമ്പിനേഷൻസ് ഒക്കെ, ഇപ്പോൾ മുട്ടയും മാങ്ങയും അല്ലെങ്കിൽ ഉണക്കയിലെ കായിട്ട് വെക്കുക, പോത്തും കായും ഉണ്ടാക്കുക, അതൊക്കെ തൃശ്ശൂർക്കാരുടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡിഷാണ് പോത്തും കായും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഡിഷുകൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ നമ്മുടെ പൊടികളൊക്കെ ഉണ്ടാക്കി നല്ല ആട്ടിയ വെളിച്ചെണ്ണയില ഞങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കിയിട്ട് കുറച്ച് ബൾക്കായിട്ട്, അത് 2 പേരുടെ പോർഷൻസ്, 4 പേരുടെ പോർഷൻസ് എന്നിങ്ങനെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ വന്ന് വാങ്ങിക്കാവുന്ന ഒരു കോൺസെപ്റ്റാണ് വൺ പോട്ട് എന്ന് പറയുന്നത്. എറണാകുളത്തേക്ക് വരുമ്പോൾ എന്താണ് ഒരു കോൺഫിഡൻസ്? എറണാകുളത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? എറണാകുളത്തിൻ്റെ ഒരു ഹോട്ടൽ വ്യാപാര മേഖലയെ കുറിച്ചൊക്കെ. കാരണം ടേക്ക് അവേ തന്നെ ഡിപ്പെൻഡ് ചെയ്യുകയാണല്ലോ. അപ്പോൾ അതിന് വലിയൊരു കോൺഫിഡൻസ് വേണം. ടേക്ക് അവേയിൽ തന്നെ ചെയ്യണം, അതിനൊരു വലിയ രീതിയിലൊരു മാർക്കറ്റിംഗ്, അതിന് ജനങ്ങളിലേക്ക് ഇത് എത്തണം. അപ്പം അങ്ങനെ പല കാര്യങ്ങളിൽ ഇതിൻ്റെ ഒരു സക്സസ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണല്ലോ. എന്താണ് അത്തരം പ്രതീക്ഷകൾ? ഒന്ന് ട്രിവാൻഡ്രം പോലെ തന്നെയുള്ള ഒരു നഗരമാണ് എറണാകുളം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു കസ്റ്റമറുടെ സൈഡിൽ നിന്ന് വലിയ വ്യത്യാസങ്ങളില്ല. വർക്കിംഗ് ക്ലാസ് കൂടുതലാണ്, ക്രൗഡഡ് ആണ്. അധികം ആളുകളും പുറത്തുള്ള ഭക്ഷണത്തെ അതൊരു നോർമൽ കാര്യമാണ്. ഇപ്പോൾ 2 നേരം ഭക്ഷണം ഉണ്ടാക്കുന്നവർ ചിലപ്പോൾ 3ാമത്തെ നേരം സ്വിഗ്ഗി സൊമാറ്റോ ചെയ്യായിരിക്കും ചെയ്യാം, പുറത്തുനിന്ന് കഴിക്കുകയായിരിക്കും ചെയ്യുക. അപ്പോൾ അത് പാർട്ട് ഓഫ് കൾച്ചർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കൊച്ചി. പക്ഷെ കൊച്ചിയിലേക്ക് ട്രിവാൻഡ്രം ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ഇവിടെ വന്ന് ഞാനൊരു ടേക്ക് അവേ കൗണ്ടർ തുടങ്ങാൻ പോകുന്നു എന്നുള്ള ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല. പല ആലോചനകളും പല ജോലികളൊക്കെ ചെയ്തിട്ട് ഇതിലേക്ക് അവസാനം എത്തിപ്പെട്ടതാണ്. അതാണ് ഞാൻ എന്താലോചിച്ചാലും എനിക്ക് തോന്നും ഭക്ഷണം കഴിക്കാൻ. ശരിക്കും ഫുഡ് വെക്കാൻ സ്പെഷ്യലിസ്റ്റ് ആണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് ഉണ്ടാക്കാൻ. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വേറൊരു പ്രൊഡക്റ്റ് സെല് ചെയ്യുമ്പോൾ കിട്ടാത്ത എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്നേഹവും സന്തോഷവും നമ്മൾ നല്ല ഭക്ഷണം കൊടുക്കുമ്പോൾ മനസ്സും നിറയണം വയറും. അതെ, അപ്പൊ ആ ഒരു സന്തോഷം. അപ്പൊ എനിക്ക് ചായക്കപ്പലിൽ തന്നെ ഓൾറെഡി ഒരു ഫാമിലി ഉണ്ട്. അതിൽ കുറെ ആൾക്കാരായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്, ഇൻസ്റ്റയിലും FB-യിലും വാട്സപ്പിലൊക്കെ. അവിടെ ഉണ്ടായിരുന്ന കസ്റ്റമേഴ്സ് വൺ പോട്ട് തുടങ്ങിയിട്ട് ഇവിടെ വന്നവരുണ്ട്. ഇനോഗ്രേഷൻ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് വന്ന ആൾക്കാരുണ്ട് വൺ പോട്ട് തുടങ്ങിയ സമയത്ത്. അപ്പം അതെന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ആണ്. അപ്പോൾ ചായക്കപ്പൽ സത്യം പറഞ്ഞാൽ എനിക്കൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. ഞാൻ ബിസിനസ് പഠിച്ചിട്ടുള്ള ആളൊന്നുമല്ല. പക്ഷെ ചായക്കപ്പലിൽ നിന്നാണ് എനിക്ക് തോന്നുന്നു മനുഷ്യന്മാർ ഒരിക്കലെങ്കിലും തോൽക്കുക ഇൻ ദ സെൻസ് ചായക്കപ്പൽ നല്ല സക്സസ് ആയിരുന്നു. ലൈക്ക് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അതിന്റെ അഭിപ്രായം സെയിലിപ്പോൾ ഞങ്ങൾ 10 മന്ത് ഞങ്ങൾക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ 2.5 വർഷത്തോളം ലോക്ക്ഡൌൺ വന്നു. അങ്ങനെയുള്ള സ്ട്രഗിളിൽ പെട്ടുപോയിട്ട് അത് പ്രശ്നത്തിലായതാണ്. അപ്പോൾ അതിന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പ്രൊഫഷണൽ ആവാൻ പഠിച്ചു. അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് വൺ പോട്ട്. ശരിക്കും ഈ വാക്കുകൾ നമ്മൾ ശരിക്കും കേൾക്കേണ്ടതാണ്. കാരണം കോവിഡ് വന്ന് കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ, വലിയ രീതിയിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സ്ഥാപനങ്ങളൊക്കെ നിന്ന് പോയ, സ്തംഭിച്ചു പോയ, ജീവിതങ്ങൾ അറ്റുപോയ സാഹചര്യങ്ങൾ വരെയുണ്ട്. അവിടെ നിന്നാണ്
ഒരു സ്ത്രീ നികിത യാതൊരുവിധ പരിചയവും ബിസിനസ് രംഗത്തില്ല എന്ന് പറയുമ്പോഴും മനസ്സും വയറും ഒരുപോലെ മലയാളികളുടെ നിറയ്ക്കണമെന്ന് കരുതുകയും തിരുവനന്തപുരത്ത് സക്സസ് ആക്കി നടത്തുകയും ചെയ്തിട്ട് വീണ്ടും വലിയ വ്യാപാര മത്സരങ്ങളെല്ലാം നടക്കുന്ന തിരുവനന്തപുരത്തേക്ക് വന്ന് 21 ദിവസം പിന്നിട്ട ഒരു സാഹചര്യമുള്ളത്. ഇനിയും ഒരുപാട് പ്രത്യേകതകളുണ്ട്, നമുക്ക് അകത്തേക്ക് ഒന്ന് കയറാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് കിച്ചൺ ആക്സസ് കൊടുക്കുന്ന ഒരു ടേക്ക് അവേ കൗണ്ടറാണ്. എറണാകുളത്ത് അങ്ങനെ ഒരു കൗണ്ടർ ഉണ്ടോയെന്ന് കാണുന്ന പ്രേക്ഷകർ ഒരിക്കൽ കൂടി ചിന്തിക്കുക. ഫ്രണ്ടിൽ വന്ന് നിങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ പാക്കറ്റിൽ കൊണ്ടുവരുന്നത് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്നതല്ല, വാതിൽ തുറന്ന് അകത്തേക്ക് വരിക. അകത്ത് വരുമ്പോൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് ഇവരുടെ കിച്ചണും ആക്സസ് ചെയ്യാം. എന്താണ് ആ ഒരു കോൺഫിഡൻസ്? എപ്പോഴും ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ലെങ്കിലും ഇത് ഇങ്ങനെ തന്നെ കിടക്കുന്ന ഉറപ്പാണ്. ഞാനിവിടെ CCTV ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്താന്ന് വെച്ചാല് ഞങ്ങളുടെ എംപ്ലോയീസ്, എനിക്ക് എന്റെ കസ്റ്റമേഴ്സിന് അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്റെ എംപ്ലോയീസും. നമുക്കറിയാം ഇപ്പൊ എല്ലാ മനുഷ്യരും ഭയങ്കര വർക്ക് പ്രഷറിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ഇപ്പൊ അടുത്തൊരു കുട്ടി സൂയിസൈഡ് ഒക്കെ ചെയ്തില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ എന്റേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ സ്പേസിൽ എനിക്ക് തോന്നുന്നു അത് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ടായിരിക്കണം. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ് ആണെങ്കിലും അവർ ഭയങ്കര ഹാപ്പി സോൾസ് ആണ്. ഞങ്ങൾ ഒരു ഫാമിലി പോലെയാണ് ഇവിടെയുള്ള 20 days ആണ്. ഇതിൽ ഒരു ആൾ എൻ്റെ കൂടെ ചായക്കപ്പിൽ 4 വർഷമായിട്ട് എൻ്റെ ഒപ്പം ഉള്ള ഒരാളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പം അങ്ങനത്തെ ഒരു സ്പേസാണ് ഇത്. പിന്നെ എന്താ വെച്ചാൽ ഈ ഹോട്ടലിൽ നമുക്കിങ്ങനെ പൊതുവെ അവരുടെ കിച്ചണിലേക്ക് നോക്കാൻ നമുക്കൊരു മടിയായിരിക്കും. നമുക്ക് അറിയില്ല അവിടെ എന്താ നടക്കണേ, നമുക്ക് അറിയില്ല. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഭക്ഷണം വാങ്ങി പോകണം. എന്നാലും എനിക്ക് തോന്നുന്നു ഒരു 100% തൃപ്തിയൊന്നും അതിനകത്തില്ല, മനുഷ്യന്മാർക്കില്ല. അപ്പം അങ്ങനെയുള്ളൊരു തെറ്റിദ്ധാരണ വേണ്ട. ഇപ്പൊ ആർക്കെങ്കിലും എന്നോട് പറയാം ഞങ്ങൾ അടുക്കള, ഇതിപ്പോ ഓപ്പൺ കിച്ചൺ ആണ്, ഇവിടെ ഗ്ലാസ് ഇട്ടിരിക്കാം. അപ്പൊ പുറത്തുനിന്ന് നോക്കിയാൽ അടുക്കളയിൽ എന്താ നടക്കണേന്ന് കാണാൻ പറ്റും. ഇനിയിപ്പോ ആരെങ്കിലും എന്നോട് പറയണം ഞങ്ങൾക്ക് ആ കിച്ചൺ കാണുമെങ്കിൽ അവർക്ക് അകത്തേക്ക് വരാം. പിന്നെ ഇവിടെ ഈ സ്പേസ് ഇട്ടിരിക്കുക ഇപ്പൊ നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വരുമ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നിട്ടാ വർത്താനം പറയാം. ഇവിടെ തന്നെ ഭക്ഷണം കഴിക്കാം. നമുക്കിപ്പോ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഒരു 6 പേരാണുള്ളത്. നമ്മൾ മൊത്തത്തിൽ ഫുൾ ഫ്ലെജ്ഡ് ആവുമ്പോൾ ഒരു 20 ആൾക്കാരിലേക്ക് അപ്ഗ്രേഡിങ്. നമ്മൾ മോർണിംഗ് 8 o'clock തുറന്നിട്ട് രാത്രി 11 മണിക്ക് അടയ്ക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ലഞ്ച് ഒരാൾ ഓർഡർ ചെയ്യണമെങ്കിൽ 8 മണിക്ക് ശേഷമേ സാധിക്കുകയുള്ളൂ. അതെ, അതൊന്നും മാറ്റേണ്ടി വരില്ല. എറണാകുളത്തിൽ വർക്കിംഗ് സ്റ്റൈൽ വെച്ചിട്ട് 8 മണിക്ക് മുമ്പ് അതെ അറൗണ്ട് നമ്മൾ രാത്രി 11 മണി വരെ ഉണ്ടല്ലോ. ഇവര് പോയിട്ട് തിരിച്ചു വരാനുള്ള ഒരു രാത്രി മേടിച്ച് രാവിലത്തേക്ക് കരുതി വെക്കേണ്ടത് ഇല്ല. നമുക്ക് ഡെലിവറി ഉണ്ട്, പ്രീ ഓർഡർ ചെയ്യാം. പ്രീ ഓർഡർ ചെയ്യാണെങ്കിൽ ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. അപ്പൊ നമ്മളൊരു 8 മണിക്കും 9 മണിക്കും ഉള്ളിൽ അത് എത്തിച്ചു കൊടുക്കും. ഇതിപ്പോ തമ്മനത്താണ് ഉള്ളത്, അല്ലെങ്കിൽ കലൂർ സ്റ്റേഡിയത്തിന്റെ ഭാഗമൊക്കെ പൈപ്പ് ലൈൻ റോഡ് പറയും. അപ്പൊ ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലാണ് നമ്മൾ ഇതിന്റെ ഡെലിവറി ചെയ്യുന്നത്. അല്ലാത്തവർക്ക് വേണമെങ്കിൽ വന്ന് വാങ്ങിക്കുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആണ്. എനിക്ക് പ്രീ ഡെലിവറി ആണ്, കുറച്ചുകൂടെ പ്രീ ബുക്കിംഗ് ആണ് ഇഷ്ടമുള്ളത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അത്രയും വേസ്റ്റേജ് കുറയ്ക്കാം. നമുക്ക് എത്ര ഓർഡർ ഉണ്ടോ അതിനനുസരിച്ച് പർച്ചേസ് ചെയ്തിട്ട് എനിക്ക് ഫ്രഷ് ആയിട്ട് തന്നെ അത്. കോമൺ മെനൂസ് ഡെയിലി ഉള്ളത്? കോമൺ മെനൂസ് ഉള്ളത് പോത്തും കായും, ചെമ്മീനും മുരിങ്ങക്കായും മാങ്ങയും, പിന്നെ മുട്ടയും മാങ്ങയും നമ്മളൊരു കോമ്പിനേഷൻ ഉണ്ട്. പിന്നെ കാന്താരി ചിക്കൻ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. അതെനിക്ക് ചായക്കപ്പലിൽ നല്ലോണം പോരുന്ന ഒരു ഐറ്റം. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിനകത്ത് വേറെ മസാലാസ് ഒന്നും ഉണ്ടാവില്ല. ഗ്രാമ്പൂ, കറുവപ്പട്ട അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. മുളക് പൊടി ഉണ്ടാവില്ല. അത് ഒരു ഓൺ റെസിപ്പിയാണ് എൻ്റെ. പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് കടൽ കൂട്ടുകറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ട്. അത് ലോഞ്ച് ചെയ്യാൻ പോണേ ഉള്ളൂ. ഒരു 5 ടൈപ്പ് കടൽ വിഭവങ്ങൾ ഇട്ടിട്ട് ചെയ്യുന്ന, ചെറിയുള്ളി മാത്രം ഇട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് കടൽ കൂട്ടുകറി. നമ്മൾ ഇന്നത്തെ മൺചട്ടിയിലാണ് ഇത് കൊടുക്കുക. ഇത് 2 പേരുടെ പോർഷൻ കൊടുക്കുന്ന ചട്ടി, നല്ല ചന്തമുള്ള ഒരു ചട്ടിയല്ലേ. ഞാനിത് കസ്റ്റമൈസ് ചെയ്തെടുപ്പിച്ചു. അതായത് ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഭംഗിയുള്ള ഒരു ചട്ടിയാണ്. ഇത് വടക്കാഞ്ചേരിയിൽ നിന്ന് ഒരു ചേട്ടനാണ്, നമുക്ക് ശിവദാസ് എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് ഇത് ചെയ്തിരുന്നത്. ഇത് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചട്ടിയല്ല, കാരണം ഇതിന്റെ അടിഭാഗത്ത് ഈ ഷേപ്പിൽ കൊണ്ടുപോകും. അതെ, ഇവിടെ മണ്ണ് കൂടുതലായതുകൊണ്ട് അവർ പറയുന്നത് അടുപ്പത്ത് വെച്ച് അത് പൊട്ടിപ്പോകുന്നത്. അപ്പോൾ നമ്മളൊരു ടാഗ് ഇട്ടിട്ടുണ്ട്, അത് പറ്റില്ല എന്നല്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് ഒരു യൂസേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്താ ചെയ്യാൻ പറ്റാന്നല്ല. പിന്നെ നമുക്ക് ഒത്തന്റിക് ആയിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റുക. അതായത് ഇപ്പോൾ മീൻകറിയൊക്കെ ആണെങ്കിൽ അതിന് ചട്ടി മാറ്റിയാൽ മീൻകറിയുടെ ആ ഒരു വീട്ടിലുണ്ടാക്കുന്ന ഒരു ഫീല് പോയി. അതിന്റെ ഒരു ഗ്രാൻഡ് ഫീല് കിട്ടുന്നത് ചട്ടിയിലാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ചട്ടി തന്നെ
മീൻകറി ഒഴിച്ചിട്ട് ചട്ടിയും കൂട്ടിയാണ് നമ്മുടെ മെനുവിൽ കൊടുത്തിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. അതെ, ഇതിന് മേലെ നമുക്ക് ഒരു അടപ്പുണ്ട് ഇതിന്, അത് അടപ്പ് കാണിക്കാം. ഇത് 2 പേർക്കാണ് പോവാ. ഇതാണ് നമ്മുടെ അടപ്പ്. ഇത് സിലിക്കോൺ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ്. സത്യം പറഞ്ഞാൽ ഒരു 3 മാസം എടുത്തിട്ടുണ്ട് ഞാൻ ഈ മൺചട്ടി എങ്ങനെ പാക്ക് ചെയ്യാം എന്നുള്ള റിസർച്ചിൽ. ഒന്നെന്താന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ മാർഗങ്ങൾ അന്വേഷിച്ചു. ഇത് കത്തിച്ച് കളയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇത് റീയൂസബിൾ ആണ്. ഇത് നമുക്ക് ഇങ്ങനെ വലിച്ചതിനെ മേലെ, ഇത് പ്ലാസ്റ്റിക്കിന്റെ ഇതല്ല, നമുക്ക് ഫുഡ് ഗ്രേഡ് ആണ്. ഇത് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ക്ലോസ് ചെയ്യാം. ഇത് ഒട്ടും ലീക്കേജ് ഉണ്ടാക്കില്ല. നമ്മൾ വാലിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യും. ഇതിന്റെ മേലെ നമ്മുടെ ഒരു നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കും. അപ്പോൾ വരുന്നവർക്ക് ഇങ്ങനെ ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ ഇത് റീയൂസബിൾ ആണ്. അപ്പോൾ ചെയ്യാം. പിന്നെ ഈ ചട്ടി ഈസി ആയിട്ട് നമുക്ക് കൊണ്ട് നടക്കാം. മറ്റേതാകുമ്പോൾ ഇത് ചട്ടി മണ്ണായതുകൊണ്ട് ഇത് നമുക്ക് എങ്ങനെ സീൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ളൊരു ബദലായിട്ട് ഉള്ളൊരു സാധനമാണ് ഇത്. നമ്മൾ ചൈനയിൽ നിന്നാണ് ചെയ്യണേ. നമ്മുടെ ഇന്ത്യയിൽ ഇതിന്റെ പ്രൊഡക്ഷൻ ഇല്ല, ചൈനയിലല്ല. ഞാൻ ഇത് കുറച്ചും കഷ്ടപ്പെടേണ്ടി വന്നു. ഇങ്ങനെ ഒരു സാധനം ഉണ്ട് ഇത് യൂസ് ചെയ്യാന്നുള്ളത്. ശരിക്കും ഇത് ഉണ്ട്, ആമസോണിലൊക്കെ ഉണ്ട്, പക്ഷെ എനിക്കിത് അറിയണ്ടായിരുന്നില്ല. ഞാൻ കുറേ മെത്തേഡ്സ് നോക്കി. പാക്കിങ്ങിന് ഇതുവരെ നല്ല ഫീഡ്ബാക്ക് ആണ്. ഇത് ലീക്കേജ് ഉണ്ടാവില്ല. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കമത്തിയിട്ടാലും ഇതൊന്നും ലീക്കേജ് ഉണ്ടാവില്ല. നമ്മൾ ക്രോസ് ചെയ്തിട്ടൊരു ചരട് കെട്ടും കൂടെ ചെയ്യും. അതിൽ നമ്മളൊരു ടാഗ് ഇട്ടുണ്ട് ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള. പിന്നെ ഇതിപ്പോൾ 2 പേരുടെ പോർഷൻ വാങ്ങിയാൽ 3 പേർക്ക് കഴിക്കാനുണ്ടാവും. അപ്പോൾ ഒരാൾ വാങ്ങിയാൽ അയാൾക്ക് ഇത് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം. പിന്നെ ഞങ്ങൾ രണ്ടാമത് ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ അധികവും ഞങ്ങൾ തന്നെ കൊണ്ടുകൊടുക്കുക എന്നുള്ളതാണ് എനിക്കിഷ്ടമുള്ളത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവാൻ നമ്മളത് അവർക്ക് സന്തോഷമായിട്ട് കൊണ്ടു കൊടുക്കുന്നതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ സ്റ്റാഫാണെങ്കിൽ എനിക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കാം, ലൈക്ക് നിങ്ങൾ ഇങ്ങനെയാണ് ഈ ഫുഡ് കൊണ്ട് കൊടുക്കേണ്ടത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മളപ്പോൾ തന്നെ ഒരു അടയാളമാവും അവരുടെ ഉള്ളിൽ, നമ്മൾ സന്തോഷമായിട്ട് അത് കൊണ്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ രണ്ടാമത്തെ നിങ്ങൾ രണ്ടാമത്തെ ഓർഡർ എടുക്കുമ്പോൾ ആദ്യത്തെ ചട്ടി തിരിച്ചു തന്നാൽ മതി. ഞാൻ അതിൻ്റെ പൈസ റെഡ്യൂസ് ചെയ്ത് കൊടുക്കും രണ്ടാമത്തെ ഓർഡറിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഭാരം അവർക്ക് വരില്ലല്ലോ, പാക്കിങ്ങിൻ്റെ സാധനം വരില്ല, പക്ഷേ ഹെൽത്തി ആയിട്ട് കഴിക്കുകയും ചെയ്യാം. പിന്നെ എനിക്ക് തോന്നുന്നു നമുക്കിങ്ങനെ ഇതിൻ്റെ ഇൻറ്റീരിയറും അങ്ങനത്തെ ഒരു കളർ ടെക്സ്ചറിലാണ് കൊണ്ടിരിക്കുന്നത്. നേച്ചർ എന്നുള്ള രീതിയിലാണ് ഈ കളർ കോമ്പിനേഷൻ ഇട്ടത്. ഗ്രീനും ഈ മണ്ണിൻ്റെ ഒരു ഷെയ്ഡും ഇട്ടത്. പിന്നെ പുറത്തൊരു ഹാപ്പിനെസ് എന്നുള്ളതിലാണ് ഞാൻ യെല്ലോയും ബ്ലൂവും ചെയ്തത്. ഫ്യൂച്ചറിൽ സാധ്യത കുറവാണ്. എനിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറെ പല കാര്യങ്ങളും ഇഷ്ടമുള്ളതുകൊണ്ട് അതും കൂടെ ചെയ്യാനുള്ള ഒരു നേരെ എനിക്ക് കിട്ടുക എന്നുള്ളൊരു ഇതിലും കൂടെ ആയി പ്രൊജക്ട് ഡിസൈൻ. ഇതിന്റെ ഒരു മെയിൻ ഇന്നത്തെ നമ്മുടെ ഇത്ര നേരം സംസാരിച്ചതിന്റെ ഒരു മെയിൻ ഇതെന്ന് പറയുന്നത് കോവിഡിന് ശേഷമുള്ള ഒരു നിലനിൽപ്പ്, വീണ്ടും ഒരു സംഭവം. പിന്നെ അതെനിക്ക് തോന്നുന്നു എത്രയോ പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര അഭിമാനമുള്ള ഒരു മൊമെന്റ്. ഞാൻ ചായക്കപ്പിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ്. ലൈക്ക് ഞാൻ ആഫ്റ്റർ ഡിവോഴ്സ് വിതൗട്ട് എനി സപ്പോർട്ടാണ് അത് ചെയ്യണേ. ഇതും അങ്ങനെ തന്നെയാണ് ചെയ്യണേ. പക്ഷെ അതുണ്ടാക്കിയതിനേക്കാൾ കുറച്ചുകൂടെ മോശം സിറ്റുവേഷൻ ആയിരുന്നു 1 പോട്ട് ഉണ്ടാക്കുന്ന സമയത്ത്. പക്ഷെ എനിക്ക് അതിനുള്ള ഇമ്മൻസ് സ്ട്രെങ്ത് എങ്ങനെയും ഉണ്ടായിരുന്നു. എത്രയോ പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും അതിന് സർവൈവ് ചെയ്യാൻ പറ്റും. എനിക്ക് കടക്കുണ്ട്, ഇനി വീട്ടാനുള്ള കടങ്ങളൊക്കെ കോവിഡിൻ്റെ സമയത്ത് വന്നിട്ടുള്ള ഫിനാൻഷ്യൽ ബേർഡൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കരമായ കോൺഫിഡൻസ് ഉണ്ട് എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. ഈ കോവിഡിന്റെ ഒക്കെ സമയത്ത് തകർന്നിരിക്കുന്ന മനസ്സുള്ളവരൊക്കെ ഇതൊന്ന് കേൾക്കുക. നികുതിയുടെ ശബ്ദം വീണ്ടും വളരെ ശക്തമായി സാമ്പത്തികമായി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ലൈവായിട്ട് ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങിയിട്ടാണുള്ളത്. വളരെ വെറൈറ്റി ആയിട്ടുള്ള ആശയങ്ങൾ, വളരെ പ്രത്യേകതയുള്ള പദ്ധതികളൊക്കെയാണ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ യഥാർത്ഥ സ്ഥലത്തിൻ്റെ ലൊക്കേഷനെല്ലാം നമ്മൾ ബയോയിൽ ലിങ്കായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ഒരു ടേസ്റ്റ്, ഈ ഒരു വളരെ പ്രകൃതി ദത്തമായ പാക്കിങ്ങിൽ വരുന്ന ഇതിൻ്റെ, ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നു. ഞങ്ങളത് കഴിച്ചു, വളരെ രസമായിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞത് അമ്മയുടെ രുചി ഉണ്ടെന്ന് പറയാം. നമ്മൾ പല ഹോട്ടൽസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അമ്മയുടെ രുചി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പല ക്യാപ്ഷൻസും കണ്ടിട്ടുണ്ടാവും. ഇത് ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ ടേസ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങളെല്ലാവരും 1 പോട്ട് വൺസ് ട്രൈ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ലാസ്റ്റായിട്ട് എറണാകുളംകാരോട് പറയാൻ അതന്നെ എനിക്ക് പറയാമല്ലോ, നിങ്ങൾ കഴിച്ചു നോക്കുക ഒരു തവണയെങ്കിലും. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ നിങ്ങൾ എന്തായാലും ഇത് വരണം, ഇത് ട്രൈ ചെയ്യണം അങ്ങനെ പറയാൻ എനിക്ക് ശരിക്കും തോന്നുന്നില്ല. എനിക്കൊരു വിശ്വാസമുണ്ട് ആളുകൾ വരും എന്നുള്ളത്. ഞാൻ എൻ്റെ പ്രൊഡക്റ്റിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അപ്പം എനിക്കങ്ങനെ തോന്നുന്നു, ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവുമല്ലോ നമുക്ക്. എനിക്കിവിടെ ഒരു സ്പേസ് ഉണ്ട്. പിന്നെ എനിക്ക് ലൈഫിൽ വന്നിട്ടുള്ള ഒരു വല്ലാത്ത തിരിച്ചറിവാണ് നമ്മളെ ലൈഫിൽ ഇപ്പം ഞാൻ എന്താണ് എൻ്റെ ജീവിതം കൊണ്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു പോയിന്റ് ഉണ്ടല്ലോ. അതിലൊരു പോയിന്റ് ഞാൻ ചെയ്യേണ്ടത് ഇത് തന്നെയാണ്, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്.
ഞാൻ ഭയങ്കര പീപ്പിൾ പേഴ്സൺ ആണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ പോലും ഇങ്ങനെ ചെയ്തത്, ഇതൊരു വന്നിരിക്കാവുന്ന ഒരു കഫേ സ്പേസ് അല്ലെങ്കിൽ പോലും ഇപ്പോൾ ഒരു കസ്റ്റമർ ഇവിടെ വന്നാൽ നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കാൻ 15 to 20 minutes എടുക്കും അത് ഹീറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഇരിക്കുന്ന സമയത്ത് സന്തോഷമായിട്ടും സമാധാനമായിട്ടും അവർക്ക് ഇരിക്കാൻ പറ്റുക എന്നുള്ളൊരു സ്പേസ് എന്ന രീതിയിലാണ് ഇങ്ങനൊരു ഇൻറ്റീരിയർ. ഇതൊരു കോമൺ ഇൻറ്റീരിയർ അല്ലല്ലോ, ഒരു ടേക്ക് അവേ കൗണ്ടറിൻ്റെ ഇൻറ്റീരിയർ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എല്ലാ മനുഷ്യന്മാർക്കും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇങ്ങനെയുള്ള ഒരു സമാധാനവും സന്തോഷമൊക്കെ എല്ലാവരും ഡിസർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ലൈഫിൻ്റെ അങ്ങനത്തെ ഒരു പാർട്ടാവാൻ പറ്റുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ഭക്ഷണം വിൽക്കുമ്പോൾ ഞാൻ കാണുന്ന ഒരു കാര്യം. ലൈക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മൾ അങ്ങനെ വൃത്തിയായിട്ട് കൊടുക്കുമ്പോൾ അവരുടെ പരിഗണന, അവരുടെ ഇടം നമുക്ക് ഉണ്ടാവുന്നുള്ളത് അല്ല, അവരുടെ ലൈഫിനെ കുറച്ചുകൂടെ സിമ്പിൾ ആക്കുകയും സന്തോഷമുള്ളതാക്കുകയും ഹെൽത്തി ആയി വെക്കുകയും ഒക്കെ അത് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടല്ലോ. മാത്രമല്ല ഇനി ഇവിടെ ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ഇവിടെയുള്ള ഒരു സ്റ്റാഫ് പണ്ടേ ചായക്കപ്പൽ എൻ്റെ കൂടെയുള്ള ആൾക്കാരാണ്. ഞാനിപ്പോൾ നമ്മൾ ഈ കോർപ്പറേറ്റ് പ്രഷറൊക്കെ കുറച്ചിട്ട് ഭയങ്കര സന്തോഷമുള്ള സ്പേസാണ്. ലൈക്ക് എൻ്റെ എംപ്ലോയീസോട് നിങ്ങൾക്ക് അവരോട് സംസാരിക്കാം, അവരും ഭയങ്കര പ്രസന്നരായിട്ടാണ് ഇവിടെ ഉള്ളത്. വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് നല്ല ട്രീറ്റ് ഒക്കെ കിട്ടി, മീൻസ് ഞങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ കെയർ ചെയ്തു. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു സ്പേസ് ആണ്. ലൈക്ക് ഞങ്ങൾ എംപ്ലോയീസ് ആണെങ്കിലും പിന്നെ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ആണെങ്കിലും ഇവിടെ വരുന്ന എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും അങ്ങനത്തെ ഒരു സ്പേസ് ആണ് ഇത്. അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയ കാര്യം. അടിപൊളിയാവട്ടെ. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്.